നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ഏട്ടൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ കുടുംബമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വീണ്ടും എന്തിനാ ആ മഞ്ചാടിയുടെ ബോയ്ഫ്രണ്ട് ആരാന്ന് അന്വേഷിക്കാൻ പോയേ? ഒന്നിനും വേണ്ടിയിട്ടല്ലടി, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. പക്ഷേ അവൻ പിടിതരുന്ന ലക്ഷണമൊന്നുമില്ല. അവന്റെ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏട്ടൻ എന്താ വട്ടാണോ? നമ്മള് വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്ന് അങ്ങോട്ട് വിചാരിക്കണം. എനിക്ക് തോന്നുന്നത് ഏട്ടനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാ മഞ്ചാടി ഇങ്ങനെ ഓരോരുത്തരുടെയും ബൈക്കിൽ കയറി പോണേന്നാ. ഓരോരുത്തന്മാരുടെ ഒന്നുമല്ല, ഒരാളുടെ തന്നെയാ. അവനെ ഞാൻ പോക്കും. എന്തിന്? മഞ്ചാടിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അവള് പോയിക്കോട്ടെ ഏട്ടാ, അതിനിപ്പോ ഏട്ടൻ എന്താ? എടി, നമുക്ക് ഇഷ്ടമുള്ള ഒരാള് നമ്മുടെ കൺമുമ്പിൽ വെച്ച് നശിക്കുന്ന കാണുമ്പോ ഒരു വിഷമം. പിന്നെ നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത കൊച്ചുകുട്ടിയല്ലേ മഞ്ചാടി. എന്റെ ഏട്ടാ, നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ അതേ കോളേജിൽ തന്നെയാ മഞ്ചാടിയും പഠിക്കുന്നേ. അവൾക്കറിയാം നശിച്ചു പോകാതെ പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. ഏട്ടൻ ഇനിയും അവളുടെ പുറകെ ഇങ്ങനെ നടന്ന് നാണം കിടല്ലേ? ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് പോലും ഏട്ടനോടുള്ള മതിപ്പില്ലാതെ ആകുക. എന്റെ പൊന്നിന്ദു, അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? ഞാൻ ആ ക്യാമ്പസിൽ പോയെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ കൂടെ പഠിച്ച സ്ഥലമല്ലേ. പോയതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ മഞ്ചാടിയുടെ പുതിയ കാമുകൻ ആരാണെന്ന് ദയവ് ചെയ്ത് ഏട്ടൻ ഇനി ആരോടും അന്വേഷിക്കരുത്. അതിലൂടെ ഏട്ടൻ സ്വയം നാണം കെടുവാൻ ഓർത്തോണം. ഇന്ദു, അവിടെ വന്നേ. ഇതൊക്കെ ഞാൻ പറഞ്ഞോണ്ടല്ലേ നീ പറഞ്ഞ. ഇനി നീ പറയുന്നത് ഞാൻ അനുസരിച്ചാ പോരെ? ഏട്ടൻ അനുസരിക്കുവോ? അതോ വീണ്ടും അവളുടെ രഹസ്യം അന്വേഷിക്കാൻ പോവോ? ഇല്ല, ഇനി ഞാൻ പോയി. സത്യം. ശരി, മതി. ഏട്ടന്റെ മുന്നില് മഞ്ചാടി ആരുമല്ല. എപ്പോഴോ ഏട്ടൻ അവളോട് തോന്നിയൊരിഷ്ടം, അത് അവൾക്ക് ഇതുവരെയും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അവളേട്ടന്റെ ആരുമല്ലെന്ന് വിശ്വസിക്കുന്നതല്ല ഏട്ടാ നല്ലത്. ഗോകുലേട്ടനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു പെണ്ണ് ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരും. അപ്പോ ഈ മഞ്ചാടിയുടെ പുറകെ നടന്നതൊക്കെ ഏട്ടനൊരു തമാശയായിട്ട് തോന്നും. ശരിയാ, മഞ്ചാടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ എന്റെ ചിന്തയും തീരുമാനങ്ങളും ഒക്കെ ബാലിശമായി പോയോന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഗോകുലിന് നല്ലത് പണ്ടത്തെ സ്വഭാവം തന്നെയാണ്. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അല്ലേ? അത്രയ്ക്ക് വേണോ? അത് വേണ്ട. ഈ പണ്ടത്തെ ഗോകുലിന്റെയും ഇപ്പോഴത്തെ ഗോകുലിന്റെയും ഇടയിലുള്ള ഒരാളായി മതി. അപ്പൊ ഓക്കെ ആയിരിക്കും. സെറ്റ്. ഞാൻ പോ. ഇന്നെന്താണാവോ നേരത്തെ കൂടണയാന്ന് വെച്ചത്? കള്ളു കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ലേ? മനസ്സിന്റെ വിഷമം കൊണ്ടാ കുടിക്കുന്നത് എന്ന് വെച്ച് എപ്പോഴും കുടിക്കാൻ കാശ് വേണ്ടേ? അപ്പോ രണ്ടെണ്ണം അടിച്ച് വിഷമം തീർക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ നീ വേഗം വീട്ടിലേക്ക് വന്നു അല്ലേ? മാമനെല്ലാം തമാശ. എൻ്റെ മോനെ കാണാൻ കഴിയാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയാം. നമ്മൾ പോയി ചീരുവിനെ മക്കളെയും കണ്ടുവന്നിട്ട് അതി ദിവസം ആയില്ലല്ലോ ഇവനെ.
ഇനി ദിവസവും അവിടെ പോയി അവരെ കണ്ടിട്ട് വരണമെങ്കിൽ അതിനും കാശ് വേണ്ടേ?